വെൽക്കം ടു ലെജൻസ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് റയോൺ ഫാബ്രിക് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് നാൾ കൂടിയിട്ടാണ് നമുക്ക് പിന്നെ ഇത് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഡെയിലി യൂസർക്ക് ഒത്തിരി നല്ല റേറ്റാണ്. അപ്പോൾ ഇതിന്റെ കളർ ചാർട്ടും ഭയങ്കര നല്ല കേട്ടോ. എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ ചാർട്ടാണ് ഇതെല്ലാം. ഇത് അജ്രക്കിന്റെ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത്. ഇത് ശരിക്കും കോട്ടൺ പോലെ തന്നെയാണ് നമുക്ക് നോർമലി പെട്ടെന്ന് കാണുമ്പോൾ തോന്നിക്കുന്നത്. പക്ഷേ റയോൺ ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ല തിക്കായിട്ട് മെറ്റീരിയൽ ഇരിക്കും. അത് ലൈനിങ് ഇല്ലാതാണല്ലോ ഉപയോഗിക്കുക കേട്ടോ. ലൈനിങ് ഇട്ട് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ലാസ്റ്റ് ചെയ്യും. നല്ല തിക്കാണ്. നമുക്ക് ടോപ്പിന്റെ മെറ്റീരിയലും ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെ തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. കോട്ടന്റെ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഒത്തിരി ലെങ്തി അല്ല, പക്ഷേ കാണാൻ നല്ല കേട്ടോ. ഈ ഒരു മോഡലൊക്കെ നമുക്ക് എക്സ്ട്രാ പീസസ് ഒക്കെ വെച്ച് ചെയ്യാനാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇത് തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തയ്ക്കുന്നവരുണ്ട് കേട്ടോ. ഈ ഒരു നമുക്ക് ബോട്ടത്തിന്റെ മെറ്റീരിയൽ എടുത്ത് സെൻറ്ററിൽ കൂടെ കൊടുക്കുകയോ അല്ലെങ്കിൽ താഴത്തെ ബോർഡറിൽ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി കൂടുതലായിട്ട് തന്നെ കിട്ടും. ഇത് മെയിനായിട്ട് ഇതിന്റെ പ്രൈസ് തന്നെയാണ്. ഭയങ്കര റീസണബിൾ പ്രൈസും കാണാൻ പെട്ടെന്ന് ഭയങ്കര നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും ഡിസൈനും ആണ് വരുന്നത്. ബോട്ടത്തിന്റെ കളർ കണ്ടില്ലേ, കളറും ആ ഒരു പ്രിന്റും ഒക്കെ നല്ലതാണ്. ഇതിന്റെ നമ്പർ വരുന്നത് P114, റേറ്റ് 799 ആണ്, 799. അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലൂവിന്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ. സെയിം തന്നെ അജ്രക്കിന്റെ പ്രിന്റും. ഈ ബ്ലൂ കാണാൻ നല്ല രസമാട്ടോ. നമുക്ക് നോർമൽ ബ്ലൂ അല്ല, പക്ഷെ ഒരു എന്തോ ഭംഗി കൂടുതലുണ്ട്. ഒരു റോയൽ ബ്ലൂ, ഒരു വയലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടോണാണ് ഈ ഒരു ബ്ലൂവിന് വരുന്നത്. അതിലും സെയിം തന്നെ അജ്രക്കിന്റെ പ്രിന്റ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദുപ്പട്ടയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസി ആട്ടോ. ടോപ്പിന് ഒത്തിരി ലെങ്ത് കാണത്തില്ല, നമുക്ക് എക്സ്ട്രാ പീസ് വല്ലതും ആഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. പിന്നെ കാരണം വിട്ടും ലെങ്ത്തും ഏകദേശം സെയിം 44 തന്നെയാണ് വരുന്നത്. പിന്നെ ദുപ്പട്ട 2.20 ഒക്കെയാണ്. നല്ല വീതിയുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൻ പറ്റും. രണ്ട് സൈഡിൽ ഇടുന്നവരും ഉണ്ട് കേട്ടോ. നമുക്ക് അരിച്ച് കയറ്റി ഇറക്കിയൊക്കെ ഇടുവാണെങ്കിൽ അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ കിട്ടും. ബോട്ടം വരുന്നത് സെയിം തന്നെ നല്ല തിക്കായിട്ടുള്ള ആ ഒരു റയോൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമ്പർ P117, റേറ്റ് 799. അടുത്ത് നല്ല രസമുള്ള റെഡ് കളറാട്ടോ. ഇതിൻ്റെ അകത്ത് എങ്ങനെ കാണിച്ചാലും നമുക്ക് ആ എല്ലാ ഐറ്റത്തിനും കളർ കുറച്ച് കൂടുതലായിരുന്നു കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു ബ്രൈറ്റ് ആണെന്നുള്ളൊരു തിങ്കിങ് ഉണ്ടായിരുന്നു. ഭയങ്കര ബ്രൈറ്റ് അല്ല കേട്ടോ, സാധാരണ ഒരു റെഡ് ഷെയ്ഡ്. നമുക്ക് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല റെഡാണ് ഇതിൻ്റെ ഷെയ്ഡ്. നേരിട്ട് കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ചൊരു തെളിച്ച കൂടുതൽ വരുമ്പോൾ ഭയങ്കര റെഡ് ആകുമോ എന്നുള്ള ടെൻഷൻ കാരണം തോന്നുന്നു. എല്ലാവരും ചോദിക്കാറുണ്ട് ഭയങ്കര തെളിച്ചാണെന്ന്. പക്ഷെ ഇത് ഭയങ്കര തെളിച്ചവേ അല്ല കേട്ടോ, നോർമൽ റെഡാണ്. നല്ല രസമുള്ള റെഡ് കളർ. അതിൻ്റെ അകത്ത് ആ ഒരു കോമ്പിനേഷനും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ബോട്ടം വരുന്നു സെയിം തന്നെ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡ്. പിന്നെ നമ്പർ വരുന്നത് P115, റേറ്റ് 799. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് വൈൻ കളറാണ്. എനിക്ക് തോന്നുന്നത് എപ്പോഴും തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഏകദേശം കളർ ചാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതും എല്ലാ കളേഴ്സും അത്ര ഡിമാൻഡാണ് കേട്ടോ. കാരണം എല്ലാവർക്കും തന്നെ ചേരുന്ന ഷെയ്ഡ്സ് ആണ്. പിന്നെ പ്രിന്റും ഒക്കെ എപ്പോഴും എല്ലാവർക്കും മാച്ച് ആവും. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തയ്ച്ചിടാൻ പറ്റും ഈ ഒരു മോഡൽ. മാത്രമല്ല ഡെയിലി യൂസ് ചെയ്യാം. കളർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. കാരണം ഈ മെറ്റീരിയൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഡാർക്ക് ആയിട്ടിരുന്നാലും കളറൊന്നും പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് P116, റേറ്റ് 799 മാത്രമേ ഉള്ളൂ, 799.